നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. എട്ടാമത് കളിക്കളം മേളയ്ക്ക് തിരശ്ശീല വീഴുമ്പോൾ കണിയാമ്പറ്റ സ്കൂൾ 15 സ്വർണവും 11 വെള്ളിയും 3 വെങ്കലവുമായി 129 പോയിന്റോടെ തുടർച്ചയായി മൂന്നാമതും ഒന്നാം സ്ഥാനത്തെത്തി. വിദ്യാർത്ഥികളുടെയും കോച്ചിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായാണ് തുടർച്ചയായി മൂന്നാമതും കിരീടം സ്വന്തമാക്കാൻ കാണിയാമ്പറ്റ സ്കൂളിന് കഴിഞ്ഞത്. ഇത്തവണ സ്കൂളിലെ 52 കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പ്രധാന കായിക അധ്യാപകനായ സത്യനാണ് കുട്ടികളുടെ നെടുന്തൂൺ. ഓരോ കുട്ടിയും അവരുടെ കഴിവിൻ്റെ 100% വിജയത്തിന് സംഭാവന ചെയ്തെന്നും പരിശ്രമവും ആത്മവിശ്വാസവും ഏകോപനവും ചേർന്നതാണ് ഈ ഹാട്രിക് വിജയത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നും രാവിലെ 6 മണി മുതൽ സ്കൂളിൽ പരിശീലനം തുടങ്ങും. ക്ലാസ് കഴിഞ്ഞ ശേഷം വീണ്ടും പരിശീലനം. ഓരോ ദിവസവും മണിക്കൂറുകൾ നീണ്ട പരിശീലനമാണ് വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിച്ചത്. 1500 മീറ്റർ ജൂനിയർ വിഭാഗത്തിൽ സ്വർണം നേടിയ കൃഷ്ണേന്ദു, KV ഷോട്ട് പുട്ട് ജൂനിയർ വിഭാഗത്തിൽ അവന്തിക, ഹൈ ജംപ് സീനിയർ വിഭാഗത്തിൽ അഞ്ജിത, ജൂനിയർ വിഭാഗത്തിൽ അമന്യാമണി, 100 മീറ്റർ സീനിയർ വിഭാഗത്തിൽ ഷൈനി, ആർച്ചറി 40 മീറ്റർ സീനിയർ വിഭാഗത്തിൽ അഭിരാമി, 30 മീറ്റർ സീനിയർ വിഭാഗത്തിൽ ദേവിക, 400 മീറ്റർ സീനിയർ വിഭാഗത്തിൽ അഭിരാമി, 400 മീറ്റർ സബ് ജൂനിയർ വിഭാഗത്തിൽ അപനയ, ലോങ് ജംപ് കിഡ്സിൽ ശ്രുതി ലജ, 4x400 മീറ്ററിലെ സീനിയർ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗം, സീനിയർ 200 മീറ്റർ വിഭാഗത്തിൽ ഷൈനി, ഡിസ്കസ് ത്രോ ജൂനിയർ വിഭാഗത്തിൽ മേഘ എന്നിവരാണ് കണിയാമ്പറ്റ സ്കൂളിൽ നിന്നും സ്വർണം നേടിയത്. നിരവധി യുവ പ്രതിഭകളെ കായിക ലോകത്തിന് സമ്മാനിച്ചാണ് കളിക്കളം 2025 അവസാനിച്ചത്. 400 മീറ്ററിലും ട്രിപ്പിൾ ജമ്പിലും ലോങ് ജമ്പിലും സ്വർണം നേടി ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പൂക്കോടിലെ അശ്വിനി JP ജൂനിയർ പെൺകുട്ടികളുടെ വ്യക്തിഗത ചാമ്പ്യനായി. 100 മീറ്ററിലും 200 മീറ്ററിലും സ്വർണം നേടിയ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കുളത്തുപുഴയിലെ കൃഷ്ണനുണ്ണിയാണ് ജൂനിയർ ആൺകുട്ടികളിൽ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് നേടിയത്. ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പൂക്കോടിലെ അർച്ചന V 1500 മീറ്റർ 800 മീറ്റർ ട്രിപ്പിൾ ജമ്പ് എന്നിവയിൽ സ്വർണം നേടി സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വ്യക്തിഗത ചാമ്പ്യനായി. സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസ് മാനന്തവാടിയിലെ അനൂപ് PS 100 മീറ്റർ 200 മീറ്റർ 400 മീറ്റർ സ്വർണം നേടി സീനിയർ ആൺകുട്ടികളിൽ വ്യക്തിഗത ചാമ്പ്യനായി. വേഗതയേറിയ പെൺകുട്ടി കിഡ്സ് വിഭാഗം ലക്ഷ്മി EMRS കരിന്തളം, വേഗതയേറിയ ആൺകുട്ടി കിഡ്സ് വിഭാഗം വിഷ്ണു AMRS മലമ്പുഴ, വേഗതയേറിയ പെൺകുട്ടി സബ് ജൂനിയർ വിഭാഗം ധനശ്രീ AMRS തിരുനെല്ലി, വേഗതയേറിയ പെൺകുട്ടി ജൂനിയർ വിഭാഗം സുബിത ബാബു MEMRS കരിന്തളം, വേഗതയേറിയ പെൺകുട്ടി സീനിയർ വിഭാഗം ഷൈനി CSMRS കണിയാമ്പറ്റ, വേഗതയേറിയ ആൺകുട്ടി ജൂനിയർ വിഭാഗം കൃഷ്ണനുണ്ണി MSRMS കുളത്തുപുഴ, വേഗത ആൺകുട്ടി സീനിയർ വിഭാഗം അനു PS TDS മാനന്തവാടി, വേഗതയേറിയ നീന്തൽ താരം ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗം ഗോപിനി G IGMS നിലമ്പൂർ, വേഗതയേറിയ നീന്തൽ താരം ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗം യദുകൃഷ്ണ PB MRS കണ്ണൂർ, വേഗതയേറിയ നീന്തൽ താരം സീനിയർ പെൺകുട്ടികൾ ആതിര MRS ചാലക്കുടി, വേഗതയേറിയ നീന്തൽ താരം സീനിയർ ആൺകുട്ടികൾ വിഷ്ണു രാജീവൻ MRS കണ്ണൂർ, മികച്ച അമ്പെയ്ത്ത് ജൂനിയർ പെൺകുട്ടികൾ കീർത്തന CKMRS ചാലക്കുടി, മികച്ച അമ്പെയ്ത്ത് ജൂനിയർ ആൺകുട്ടികൾ അഭിനന്ദ് C AMMRS നല്ലൂർ നാട്, മികച്ച അമ്പെയ്ത്ത് സീനിയർ പെൺകുട്ടികൾ അഭിരാമി MV MRS കണിയാമ്പറ്റ, മികച്ച അമ്പെയ്ത്ത് സീനിയർ ആൺകുട്ടികൾ അജൽ ജയൻ EMRS പൂക്കോട്, ബെസ്റ്റ് കോച്ച് സത്യൻ VM MRS കണിയാമ്പറ്റ, കബഡി ഗേൾസ് മികച്ച കോച്ച് രജനി PP MRS കട്ടേല, മികച്ച കോച്ച് കബഡി ബോയ്സ് റോണി വർഗീസ് MRS നല്ലൂർ നാട്, മികച്ച കോച്ച് കോക്കോ ഗേൾസ് ആൻഡ് ബോയ്സ് സഫീർ EP MRS തിരുനെല്ലി, മികച്ച മാർച്ച് പാസ്റ്റ് MRS കുളത്തുപുഴ. നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ മാറ്റുരച്ചിട്ടുള്ളത്. അതിൽ കുറേ പേര് വിജയിച്ചിട്ടുണ്ടാവും, കുറേ കുട്ടികൾ പരാജയപ്പെട്ടിട്ടുണ്ടാവും. അതൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കണമെന്നുള്ളതാണ്. ഈ കായികമേളയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മുടെ വകുപ്പും ഗവൺമെൻറ്റും കാണുന്നത്. അതുകൊണ്ട് ഈ മേളയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളെയും നമ്മുടെ ഗവൺമെൻറ്റിന് വേണ്ടിയും നമ്മുടെ വകുപ്പിന് വേണ്ടിയും വിജയിച്ചവരെയും അല്ലാത്തവരെയും എല്ലാവരെയും ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട്
ഈ കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ സംഘടിപ്പിച്ച ഈ മഹത്തരമായിട്ടുള്ള കായികമേള നമുക്ക് ഏവർക്കും വേണ്ടി ഇവിടെ സമാപിച്ചത സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാനിവിടെ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.